ചോറ്റാനിക്കരയിലെ 15 വയസ്സുകാരുടെ ആത്മഹത്യയിൽ ഫോൺ തുറന്ന് പരിശോധിക്കാൻ പോലീസ്. സുഹൃത്തായ കൊറിയൻ യുവാവ് മരിച്ചതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഇത് ശരിയാണോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. മലയാള ഭാഷയ്ക്ക് പുറമെ കൊറിയൻ ഭാഷയിലും ആത്മഹത്യാക്കുറിപ്പ് പെൺകുട്ടി എഴുതി. കഴിഞ്ഞ ദിവസമാണ് 16-കാരിയെ വീടിനടുത്തുള്ള പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കുന്ന കുറിപ്പും പോലീസിന് ലഭിച്ചു. പെൺകുട്ടി ഇൻസ്റ്റഗ്രാം വഴി ഒരു കൊറിയൻ സുഹൃത്തിനെ പരിചയപ്പെട്ടിരുന്നു. ഇയാൾ ഒരാഴ്ച മുമ്പ് അപകടത്തിൽ മരിച്ചതിലുള്ള വിഷമം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് പെൺകുട്ടിയുടെ കുറിപ്പിൽ പറയുന്നത്. കുട്ടിയുടെ നോട്ട്ബുക്കിൽ കൊറിയൻ ഭാഷയിലെ കുറിപ്പുമുണ്ട്. എന്നാൽ കുട്ടി കബളിപ്പിക്കപ്പെട്ടതാണോ എന്ന സംശയത്തിലാണ് പോലീസ്. ഉറപ്പിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ തുറന്ന് പരിശോധിക്കണം. ഫോൺ ലോക്കായതിനാൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.